ഞാൻ മടുത്തു മക്കളെ. കളിയൊക്കെ രസമുണ്ട്, എന്നാലും മക്കളെ ഇത്രയും നേരം ഞാൻ നിങ്ങളെ കൂടെ കളിച്ച്, ഇനി നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു കളി കളിക്കാമോ? നമ്മളെ കുട്ടിയും പോലും അറിയോ നിങ്ങൾക്കൊക്കെ? അതിൽ നിങ്ങളെ ഞാൻ ഉറപ്പായിട്ട് തോൽപ്പിക്കും. അത് പിന്നെ ഔക്കാക്കാന്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ അടുത്തിക്കണ മക്കളെ, അതിൻ്റെ എല്ലാ കുഴപ്പമുണ്ട്. അതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരുമല്ലോ. നിങ്ങള് അങ്ങനെ നന്നാ കളിയാക്കണ്ട. പണ്ടത്തെ കുട്ടിയും കോരും ചാമ്പ്യനാ ഞാന്. അത് സമ്മതിച്ചതാ. ശരി. പിന്നെ മക്കളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ സത്യം പറയണം. നിങ്ങൾക്ക് മൊബൈൽ കളിച്ച കളിയാണോ ഇഷ്ടമായത്, അതോ നമ്മളിപ്പോ കളിച്ച കുട്ടിയും കോലും കളിയാണോ കൂടുതൽ ഇഷ്ടമായത്? അതെ മക്കളെ, നിങ്ങള് കമ്പ്യൂട്ടർ ഗെയിമൊക്കെ കളിച്ചോ, പക്ഷെ നമ്മുടെ ചുറ്റുപാടും നമ്മളറിയണം. എങ്കിലേ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നും ഈ ലോകത്ത് അവന് നമുക്ക് മുമ്പിൽ ഒരുക്കി വെച്ചത് എന്താണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നന്ദിയുണ്ട് മക്കളെ. മാഷാ അല്ലാഹ്, നല്ല മക്കളെ. ഇതാ കണ്ടില്ലേ, നിങ്ങൾ കുറച്ച് നേരം ഫോണ് മാറ്റിയപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ പലതും നമുക്ക് ചുറ്റിലുണ്ട്. നിങ്ങൾ അത്യാവശ്യം ഈ പല കഷ്ടത്തിന്മേ തോണ്ടിക്കളിച്ചോ, പക്ഷെ ഇടയിൽ നമുക്ക് ചുറ്റുമുള്ള ലോകത്തിനെയും ആൾക്കാരെയും ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ പുറത്തു ഇറങ്ങണം. എല്ലാ സാധനത്തിനും നല്ലതും ചീത്തയുമായ കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന രീതിക്ക് നിങ്ങൾ ഉപയോഗിക്കുക. അത്ര ഈ അവക്കാക്ക് ഇപ്പൊ പറയാനുള്ളൂ മക്കളെ. അപ്പൊ ശരി, പിന്നെ കാണാം മക്കളെ. നമ്മളൊക്കെ നന്നായി വരും. അസ്സലാമു അലൈക്കും. അവക്കൊക്കെ പറഞ്ഞ എത്ര സത്യ. നമ്മൾ നമ്മളുടെ ഫോൺ നോക്കി കളി കുറച്ച് കൺട്രോൾ ചെയ്യണം. ഇതൊക്കെ ചുറ്റുമുള്ള ലോകത്തിലേക്ക്, കളികളിലേക്ക് ഒക്കെ ശ്രദ്ധ കൊടുക്കണം. എല്ലാവരും ഒത്തുചേർന്നാൽ ഈ ലോകത്തിൽ നമുക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതിനായി നമുക്ക് കൈകോർത്ത് മുന്നേറാം.